മെഡ്ജുഗോറിയയിലെ മറ്റൊരു തീർത്ഥാടന സ്ഥലമാണ് മൗണ്ട് ക്രീശ്ചവാക്. ഈ ബോസ്നിയൻ വാക്കിൻ്റെ അർത്ഥം മൗണ്ടെയിൻ ഓഫ് ദി ക്രോസ് എന്നാണ്. ഇവിടെ വരുന്ന തീർത്ഥാടകർ എല്ലാവരും ഭക്തിസാന്ദ്രമായി കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ടാണ് മല കയറുന്നത്. ഇതാണ് മൗണ്ട് ക്രീശ്ചവാക്. ഇതിൻ്റെ മുകളിൽ വരെ നടന്ന് കയറണം. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ഉള്ള ദൂരം കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ടതുപോലെയുള്ള കൂർത്ത പാറക്കല്ലുകൾ ചവിട്ടി വേണം ഈ മലയും കയറാൻ. പല പാറകളുടെയും കൂർത്ത ഭാഗങ്ങൾ ആളുകൾ ചവിട്ടി ചവിട്ടി തേഞ്ഞ് മിനുസമുള്ളതായി മാറിയിട്ടുണ്ട്. ഈ വഴിയും മുകളറ്റം വരെ വളരെ ദുർഘടം പിടിച്ചതാണ്. എന്നാൽ ആളുകളുടെ ഭക്തിയിൽ ആ സഹനം ഇല്ലാതായി മാറുന്നു. ഞങ്ങൾ മല കയറുന്ന വഴിയിൽ വളരെ കഷ്ടപ്പെട്ട് തിരിച്ചിറങ്ങുന്ന ഒരു ചെറു ഗ്രൂപ്പിനെ കണ്ടുമുട്ടി. കയറുന്നതിനേക്കാൾ വിഷമമാണ് തിരിച്ചിറങ്ങാൻ. എപ്പോൾ വേണമെങ്കിലും താഴെ വീണ് അപകടം പറ്റാം. ഈ മലയുടെ ചരിത്രം യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ 1900 വർഷത്തോടനുബന്ധിച്ച് 1934 ഒരു വലിയ കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചു എന്നതാണ്. യേശുവിനെ തറച്ച കുരിശിൻ്റെ ഒരു ചെറിയ ഭാഗവും ഉൾപ്പെടുത്തിയാണ് ഇത് സ്ഥാപിച്ചത്. 1984 മാതാവ് മെഡ്ജുഗോറിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ കുരിശ് ഇവിടെ സ്ഥാപിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞു. അതോടെ മെഡ്ജുഗോറിയ സന്ദർശനത്തിന് വരുന്നവർ ഈ സ്ഥലത്തും തീർത്ഥാടന സന്ദർശനങ്ങൾ നടത്തുന്നു. മെഡ്ജുഗോറിയയുടെയും പരിസര പ്രദേശങ്ങളുടെയും ഒരു പനോരമിക് വ്യൂ ഇവിടെ നിന്നാൽ കിട്ടും. അകലെയായി സെൻറ്റ് ജേക്കബിൻ്റെ നാമധേയത്തിലുള്ള ഇടവക ദേവാലയവും ഇവിടെ നിന്നാൽ കാണാം.